ഹലോ. അപ്പോഴേ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ സെൻറ് മേരീസ് നമ്മുടെ ഏഷ്യർ പ്രോ 2095 XPT തന്നെയാണ് ഇന്നും പോകുന്നത്. ഇന്ന് നമുക്ക് 150 അടി എംസാൻഡാണ് എടുക്കാനുണ്ടായിരുന്നത്. ലോഡ് കയറ്റുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, മഴയായതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാട്ടുകുളം ടൗണിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പോകാനുള്ളത് കർണാടകത്തിലേക്കാണ്. കർണാടക കുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകാനുള്ളത്. നമ്മുടെ കർണാടക കേരള ബോർഡർ അവിടെ തന്നെ, കർണാടകത്തിലോട്ട് കുറച്ച് കയറിയാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 16 കിലോമീറ്ററോളം പോകാനുള്ളൂ കർണാടകത്തിലേക്ക്. അപ്പോൾ ആ ബോർഡർ തന്നെയാണ് നമുക്കിന്ന് പോകാനുള്ളതും. അപ്പോൾ 150 അടി എംസാൻഡും പിന്നെ നമുക്ക് കാട്ടുകുളത്ത് തന്നെ ഒരു 2-3 ചാക്ക് സിമെൻറ്റും കാര്യങ്ങളൊക്കെ കയറ്റാനുണ്ട്. സിമെൻറ്റ് 2-3 ചാക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് സാധനങ്ങൾ മാറ്റി നിർത്തി കയറ്റുമ്പോഴാണ് നമ്മുടെ സമയം കാര്യങ്ങളൊക്കെ പോകുക. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് പ്ലാസ്റ്റിക്കൊക്കെ മേടിച്ച് സിമെൻറ്റൊക്കെ മൂടണം, ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കട്ടപിടിക്കുക, സിമെൻറ്റ് കട്ടപിടിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ അവിടുന്ന് അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ നേരെ തോൽപ്പെട്ടി ഫോറസ്റ്റിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് മഴയൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ എല്ലായിടത്തും പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയി നല്ല അടിപൊളി വൃത്തി നല്ല ഭംഗിയായിട്ടുണ്ട് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിൽ തന്നെ റോഡ് സൈഡിലേക്കൊക്കെ ഇറക്കുമ്പോൾ ഒക്കെ ഭയങ്കര ശ്രദ്ധിക്കണം. മൊത്തം നനഞ്ഞ് ചെളിയായി കിടക്കുന്നതുകൊണ്ട് വണ്ടി ഇറക്കിക്കഴിഞ്ഞാൽ അപ്പം താന്നു പോകും. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഈ മഴക്കാലത്തൊക്കെ നമ്മൾ പോകാനായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ തോൽപ്പെട്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. തോൽപ്പെട്ടിയിൽ നിന്ന് ഇനി ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്ററും കൂടി നമുക്ക് സൈറ്റിലേക്കുള്ളൂ. പലരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ ഏഷ്യറിനെ കുറിച്ച് അഭിപ്രായം എങ്ങനെയുണ്ട് എന്നുള്ളത്. നമുക്ക് ഏകദേശം 200 അടി എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഒരു 4.5 to 5, 5.5 ആ റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക് നിലവിൽ. ഇനിയിപ്പോൾ സർവീസ് കഴിയാനുണ്ട്, സർവീസ് കഴിയുമ്പോൾ ഒന്നുകൂടെ കൂടും. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സൈറ്റിൽ ഏകദേശം അടുത്തെത്തി. ഇവിടെ എന്ന് വെച്ചാൽ വളരെ ചെറിയ ചെറിയ വീടുകളാണ് തൊട്ടടുത്തായിട്ടുള്ളത്. ഒരു തമിഴ്നാട്ടിലൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. കാരണം അത്രയ്ക്കും അടുപ്പിച്ചുള്ള ചെറിയ ചെറിയ വീടുകളാണ്. അപ്പോൾ നമ്മുടെ സൈറ്റ് ഏകദേശം എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു കുറച്ചും കൂടി അടുത്തോട്ട് കയറാനുണ്ട്. ഇവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം മഴയായി തുടങ്ങി. നമ്മൾ അങ്ങോട്ടേക്ക് മഴ ഇടവിട്ടൊന്ന് ചാറിപ്പോയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് ശരിക്കും പറഞ്ഞാൽ സൈറ്റിലേക്ക് വേറൊരു വഴിയും കൂടി ഉണ്ട്, മണ്ണ് വഴി. അപ്പോൾ അത് മഴയായതുകൊണ്ട് നമുക്ക് ആ വഴിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ചുറ്റി ഒരു കോൺക്രീറ്റ് വഴിക്കാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയൊക്കെ കറക്റ്റ് വീതിയാണ്. നമ്മൾ AC ഒക്കെ ഇട്ട് നല്ല കൂളായിട്ടാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഈ AC ഇല്ലാത്ത വണ്ടികളിലൊക്കെ മഴക്കാലത്ത് നമ്മൾ ഗ്ലാസ്സൊക്കെ അടച്ചിട്ട് കഴിയുമ്പം ഫുള്ള് ഫോഗ് പിടിക്കുക കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടിക്കുന്നവർക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ്. ഇതെന്ന് വെച്ചാൽ AC വണ്ടി ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് നല്ല സുഖമായിട്ട് പോയിട്ട് വരാം. അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം സൈറ്റിലേക്ക് അടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ ചെറിയ കയറ്റം കയറി കഴിഞ്ഞ് അങ്ങ് എത്തിക്കഴിയുമ്പോഴേക്കും നമ്മുടെ സൈറ്റ് എത്തി. അവിടുന്ന് ഒരു ചെറിയൊരു മൺ റോഡിന് സോളിങ് വഴിക്കാണ് നമുക്ക് താഴേക്ക് പോകാനുള്ളത്. അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 200 അടി എടുത്തു കഴിഞ്ഞാലും ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വണ്ടിക്കൊരു വെയിറ്റ് ഉള്ള പോലത്തെ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇത് 2095 എന്ന് പറഞ്ഞാൽ XPT മോഡലാണിത്. ഇതുപോലെ തന്നെ 2080 ഉണ്ട്. ഏകദേശം വലിയ പെർഫോമൻസിൽ അങ്ങനെ വലിയ മാറ്റമൊന്നും നിലവിലില്ല. അപ്പോൾ ഇത് പുതിയ വണ്ടി. ഇതിപ്പോൾ ഏകദേശം ഇറങ്ങിയിട്ട് ഇപ്പോൾ നമുക്ക് വന്നിട്ട് 6-7 മാസം ആയിട്ടുള്ളൂ. 15-16 കിലോമീറ്റർ വണ്ടി നിലവിൽ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ സോളിംഗ് റോഡിലോട്ട് കയറി. ഈ വഴിക്ക് സോളിംഗ് ഉണ്ടെങ്കിലും താഴ്ഭാഗങ്ങളിലേക്ക് കല്ലൊക്കെ പോയേക്കുക. കല്ല് നിലത്ത് പാകിയതൊക്കെ പോയതുകൊണ്ട് തന്നെ കിടന്ന് കറങ്ങും വണ്ടി. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിപ്പോയത് ഈ വഴിക്ക് തന്നെയാണ്. അപ്പോൾ ഒരുപാട് തെന്നി കൈ പിടുത്തം വിട്ട പോക്കാണ് പോയത്. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ സൈറ്റിലെത്തിയ നേരെ കാണുന്ന താഴത്തൊരു തേക്കാത്ത 2 നില വീട്, അത് അവിടേക്കാണ് നമുക്കിപ്പം സാധനം ഇറക്കാനുള്ളത്.
സോളിങ് ഈ സൈഡ് കൂട്ടിയാൽ മതി. ഈ സൈഡ് കൂട്ടിയാൽ താഴെ മാത്രമേ പ്രശ്നമുള്ളൂ. ഈ സൈഡ് പരമാവധി കൂട്ടിയാൽ സോളിങ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് പോകുന്ന കാണാലോ. ഈ വഴിക്ക് നമ്മൾ വേനൽക്കാലത്തൊക്കെ കയറി വന്നുകൊണ്ടിരുന്നതാ. ഇപ്പം മഴയൊക്കെ കഴിയുമ്പോൾ നല്ല തന്നല്ല. ഈ വഴിച്ചേക്കും സോളിങ് ഉണ്ടായിരുന്നു. ഈ സോളിങ് ഒന്നും ഇപ്പോൾ കാണുന്നതന്നില്ല. അതുകൊണ്ട് വണ്ടി ചവിട്ടി കഴിഞ്ഞാൽ അപ്പം തെന്നിപ്പോവും. വൈകിറക്കി ഇട്ട് മെല്ലെ മെല്ലെ ഇറങ്ങി വരുന്നത്. എന്നാലും തന്നെ ബ്രേക്ക് കാല് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം വണ്ടി തെന്നും. ഇങ്ങോട്ട് കയറി പിടിച്ചോ, ഇവിടെ സോളിങ് ഉള്ളത്. അങ്ങനെ നമ്മൾ കാല് കൊടുത്താൽ വണ്ടി 100 പോവുക. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം. ഇതിപ്പോൾ ഒരു സൈഡ് സോളിങ് ഉണ്ട്, ആ സൈഡ് വെറും തന്നല്ല. ഇവിടുന്ന് കാല് കൊടുത്ത് മെല്ലെ ഹൈ ഗിയറൊക്കെ ഇട്ട് താങ്ങിയിട്ട് വേണം അങ്ങ് പോകാനായിട്ട്. അപ്പോൾ ഒക്കെ കണ്ടറിയാം. നല്ല ചവിട്ടിയിട്ട് കാര്യമില്ല, ചവിട്ടി കഴിഞ്ഞാൽ ഒറ്റ പോക്കങ്ങ് പോകും. തന്നെ സ്പീഡ് കൂടി വണ്ടീൻ്റെ.